ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് മലയോര മേഖലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഒരുപക്ഷെ ഇടുക്കിയിൽ നിരവധി കർഷകരുണ്ട്, ഓണക്കാലം ലക്ഷ്യമിട്ട് വിളവിറക്കിയവരുണ്ട്. അവരൊക്കെ സന്തോഷത്തിലാണോ? ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്കൊക്കെ വിളവിന് വില ലഭിച്ചു? എങ്ങനെയാണ് മലയോരത്തെ ഉത്രാട ദിനവിശേഷം? സിജു, എന്തായാലും മലയാളികളെ സംബന്ധിച്ച് തിരുവോണത്തെ നല്ല ദിവസം ഉത്രാടപ്പാച്ചിലാണ്. ആ ഉത്രാടപ്പാച്ചിൽ എന്തായാലും മാറ്റം ഒഴിവാക്കാൻ കഴിയില്ല. ഇടുക്കിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സിജു പറഞ്ഞ മലയോര മേഖലയാണ്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ കൃഷികൾ, വിളകൾ, തൊട്ടതൊഴിലാളികൾക്കുണ്ട്. ഇവരെല്ലാം തന്നെയും വളരെ വലിയ ബുദ്ധിമുട്ടാണെന്ന് കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മാർക്കറ്റിലേക്കൊക്കെ ആളുകൾ എത്തുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ്, തൊടുപുഴയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. നമുക്ക് കാണാം, ഇപ്പോൾ ആളുകളൊക്കെ എത്തിത്തുടങ്ങുകയാണ്. ആളുകളൊക്കെ എത്തിത്തുടങ്ങി ഓരോ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായി ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിലും ഒരു വലിയ തിരക്കിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഓരോ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വരികയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം ഒക്കെ അവിടെ ആയി വരുന്നുണ്ട്? എങ്ങനെയുണ്ട് സാധനങ്ങൾ വിലയൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നില്ലേ? അപ്പൊ അങ്ങനെ ഈ ഓരോ സാധനങ്ങളും ഓണത്തിനുള്ള സാധനങ്ങളെല്ലാം തന്നെയും ഓണസദ്യ ഒരുക്കാൻ വേണ്ടി, അതുകൂടാതെ മറ്റുള്ള പച്ചക്കറികളും എല്ലാം തന്നെയും ഇത്തരത്തിൽ വാങ്ങിക്കാനുള്ള വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ ഇവിടെ പച്ചക്കറിയൊക്കെ നമുക്ക് എടുക്കുന്നത് കാണാൻ കൃത്യമായിട്ട് കാണാം. ഇവരെ ഓണത്തിന്റെ ഒരു ആഘോഷത്തിലേക്ക് എത്തുകയാണ്. ഏറ്റവും ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി അതെല്ലാം തന്നെയും വാങ്ങുക, അതിന്റെ അവസാനവട്ട ഒരു ഒരുക്കത്തിലേക്ക് നീങ്ങുകയാണ് ഈ ആളുകളെല്ലാം തന്നെയും. ചേട്ടാ, എന്തായി ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ? ഇല്ല. ഭംഗിയായിട്ട് നടക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുക്കത്തിലേക്ക് പോവാ. ഇന്ന് മുതൽ തുടങ്ങും അങ്ങോട്ട് 10 ദിവസത്തേക്ക്. നല്ലതായിട്ടിരിക്കുന്നു. ഇല്ല, വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഓഫറിന്റെ ഒക്കെ കൊറേയൊക്കെ എടുത്തു. കുഴപ്പമില്ല. ഇതുവരെയുള്ള കാര്യങ്ങള് ചാനലില്. അപ്പൊ അങ്ങനെ ഓണത്തിന്റെ ഒരു വലിയ തിരക്കിലേക്ക് മാറുകയാണ്. നമുക്ക് ഇവിടെ മാനേജറുണ്ട്. ഇത്തവണത്തെ ഓണത്തിന്റെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഓണത്തിന്റെ കച്ചവടം നമ്മള് ഉത്രാടദിനമായിട്ടുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നു. നമ്മൾ മഹാറാണി മെഗാമാർട്ട് തൊടുപുഴയിലെ ലേബോൺ ശ്രദ്ധിക്കുന്നത് പരമാവധി കുറഞ്ഞ വിലയ്ക്ക് ആവശ്യ സാധനങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഓണക്കാലത്ത് നമ്മുടെ ഒരു മോട്ടോ അത് തന്നെയാണ്. അപ്പൊ അതിലേക്കുള്ള പ്രയാണം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. മൊത്തത്തിലൊരു വില കൂടുതലുണ്ടല്ലോ എല്ലാ സാധനങ്ങൾക്കും? വില കൂടുതലുണ്ട്. ഇപ്പൊ ഈ വെളിച്ചെണ്ണ, പഞ്ചസാര പോലുള്ള അവശ്യ സാധനങ്ങൾ, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില പെട്ടെന്ന് കുതിച്ചുയർന്നു. എന്നിരുന്നാലും നമ്മൾ പരമാവധി അത് പിടിച്ചു നിർത്തി ന്യായമായിട്ടുള്ള വിലയ്ക്ക് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ അടിയുറച്ചു നിൽക്കുന്നു. എന്തായാലും അത് തന്നെയാണ്. കാരണം വില കൂടുതലുണ്ട്. നമുക്കിപ്പോൾ പച്ചക്കറിയൊക്കെ വില നമുക്ക് ഇവിടെ വില നിലവാരം തന്നെ കാണാം. നമുക്ക് ഓരോ സാധനം കാണുമ്പോൾ തന്നെ നാരങ്ങ ഇപ്പോൾ 114 രൂപയാണ്. ഇവിടെ വെളുത്തുള്ളി 269 രൂപയാണ്. കൂർക്ക 99 രൂപ, ക്യാരറ്റ് 89. അത്തരത്തിലൊക്കെ എല്ലാ സാധനം മേടിച്ചോണ്ടിരിക്കുന്നു. വിലയൊക്കെ ന്യായമായ വിലയാണ്. എല്ലാ ബ്രാൻഡും ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ട്. അത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാ മലയാളികളും ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി, സിബി ജോസഫാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും വ്യാപാരികളുടെ വാക്കുകൾ തന്നെയുണ്ട്. വളരെ പെട്ടെന്നാണ് സാധനങ്ങളുടെ വില കൂടിയത്. പൊതുവിപണിയിൽ വല്ലാതെ വില കൂടി. ഈ വില കുറച്ചു കൊടുക്കാൻ വ്യാപാരികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ വ്യാപാരിയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുകയും ചെയ്തത്.